ഈ പഠിക്കുന്നത് 6:15 ബസ് ഉണ്ട്, 8 മണി വരെ. ഒരു കട്ട ചായ കഴിച്ചു കുടിച്ചു പോയാ നമ്മളടുത്ത് ഡോക്ടറെ കാണാനില്ല ഇന്ന്. അപ്പൊ ഇന്ന് ഞാൻ ചോദിച്ചു തീരുമാനിച്ചില്ലേ? തീരുമാനിച്ചു. ഇനിയിപ്പോ ആരെയൊക്കെ കൊണ്ടുവന്നിട്ട് വേണം തീരുമാനിക്കാൻ ഡോക്ടറെ കാണുന്നത്. എന്നെ ഏൽപ്പിച്ചത് എൻ്റെ വിനാശകാലം അച്ഛക്ക്. ഞാൻ എൻ്റെ നമ്പർ എനിക്ക് അറിയണ്ടായിരുന്നു. ഞാൻ പറയും കൂടി ഇന്ന് വൈകുന്നേരം വരുള്ളൂ പറഞ്ഞില്ലേ? പറഞ്ഞു, മനസ്സിലായി, എല്ലാം മനസ്സിലായി. എല്ലാവരും നിന്നെ എനിക്ക് ഇന്നല്ല 3-4-3.5 മാസം മുന്നേ മനസ്സിലായി. നീ ഇന്നതാന്ന് മനസ്സിലായി. നീ എന്നിട്ടാന്ന് മനസ്സിലായി. ആ ആസ്പത്രിയിൽ വെച്ച് മനസ്സിലായി. നീ എന്നതാന്ന് അന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അവര് വില്ലടയ്ക്കും, ഇവര് വില്ലടയ്ക്കും, കിട്ടച്ചാര അടയ്ക്കും. അടയ്ക്കാൻ നേരം കൊടിച്ചുപെട്ടി ഉണ്ടായില്ലേ? കൊടിച്ചുപെട്ടിയേ ഉണ്ടായില്ലേ? അവിടെ വലിയ പ്രമാണിയുണ്ട്, ഇവിടെ മറ്റോടത്ത് വലിയ പ്രമാണിയുണ്ട്. ഒരു പ്രമാണിനെയും കണ്ടില്ലേ? മുന്നത്തെ ബില്ലടയ്ക്കാൻ കാശില്ല. അവർ തടച്ചെന്ത് പറഞ്ഞൊക്കെ കേട്ടത് ഞാൻ. മൂന്നാമതൊരാൾ കേൾക്കരുത് ആ വാക്കെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ പുറത്തു വിടേണ്ടിയിരിക്കുന്നത്. അറിയോ? എൻ്റെ ഉള്ളിലുണ്ട് ആ വാക്ക്. എൻ്റെ ആള് പറഞ്ഞതാ ശരി. പണമില്ലാത്തവൻ പിണമാണ്. പണമുള്ളവനാണ് ഇതുള്ളോ. പണമില്ലാത്തവൻ പിണാണ്. നമുക്ക് പണം ഉണ്ടെങ്കിൽ ആരും നമ്മളെ ബഹുമാനിക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് സ്ഥാനമില്ല, മാനമില്ല, സ്ഥാനത്തിന് വിലയില്ല. അതുകൊണ്ട് നമ്മൾ പരമാവധി മറ്റൊരാളെ ആശ്രയിക്കേണ്ടി ജീവിക്കുക. നമുക്ക് ചമ്മന്തിയും കഴിഞ്ഞാൽ ചമ്മന്തിയും കഞ്ഞി കുടിച്ചോളണം. ഉപ്പ് താഴെയുള്ളെങ്കിൽ ഉപ്പ് തൊട്ട് കുടിച്ചോളണം. മറ്റൊരാളെ ആശ്രയിക്കാൻ പോകരുത്. തൊണ്ടയില് ഒരു തൊണ്ടവേദന, വേർപ്പതാണ്. ആ സ്വർണം ഞാൻ അവരുടെ കയ്യിൽ കൊടുത്ത് ഏൽപ്പിച്ച് പോയത് കൊണ്ടാണ് അവർക്ക് എടുത്ത് പണയം വയ്ക്കാൻ പറ്റിയത്. ഏൽപ്പിച്ചില്ലെങ്കിൽ ഞാൻ പറഞ്ഞപ്പോൾ അവരുടെ കയ്യിൽ അത്ര സംഖ്യ ഇല്ലേ ഇടാൻ. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞാൽ അവരിടും. എത്ര ലക്ഷം മണിക്ക്. ഞാനത് നാണക്കേടല്ലെന്ന് വെച്ചിട്ടാ. മനുഷ്യന് കുറെ ചില കാര്യങ്ങൾക്ക് അഭിമാനക്കുറവുകൊണ്ട് പറയേണ്ടി കുറെ കാര്യങ്ങളുണ്ട്. അഭിമാനം നോക്കി പാല് മേടിച്ചുകൊണ്ട് കൊടുക്കണം, എല്ലാവരും കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനത് വിറ്റത് തന്നെ. ഉണ്ടായതാണ് കാശ് കൊടുക്കാൻ അടുത്ത് ചിലവായി. ഗ്യാസ് മേടിക്കണം. എല്ലാ ആൾക്കാർക്കും തുടങ്ങിയ 5-ാം തീയതി തൊട്ട് നമുക്ക് തുടങ്ങിയ പാല് ഇതൊക്കെ കൊടുക്കേണ്ടതാണ്. ഈ 30-ാം തീയതി ഡോക്ടറെ അടുത്തേക്ക് പോകണം. അതിന് കാശ് വേണം. കിട്ടുന്നത് മുഴുവൻ അന്ന് തന്നെ ചിലവ്. പിറ്റേ ദിവസം ഇടയ്ക്ക് പോകുക. ആരാ തരുക? ഒരാളും തരുമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം വിറ്റതിൻ്റെ കാരണം തന്നെ.
അപ്പോൾ കറണ്ട് ബില്ല് ഓൺലൈനായിട്ട് നീ അടഞ്ഞപ്പോൾ നിനക്ക് അടയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്ക് അടയ്ക്കാൻ പറ്റും, മഴ 10-ാം തീയതി വരെ കാത്തിക്കണം. ഏത് കറണ്ട് ബില്ല് അടച്ച് ബാക്കി കാശ് എനിക്ക് തരണം, എന്നേ പറ്റുള്ളൂ. ഇവിടുത്തെ കാര്യങ്ങൾ നടക്കില്ലേ? ഒന്നരാടോ ഓരോ സാധനങ്ങൾ മേടിക്കണം. ഈ 2 ചെരുപ്പ് മേടിക്കാൻ വരെ മുറ്റത്തിടാൻ അകത്തിടുന്ന ചെരുപ്പ് ആണ് മുറ്റത്തിട്ടുണ്ടായിരുന്നു. എത്രയോ നാളായെന്നറിയാം 2 ചെരുപ്പ് മേടിച്ചത്. ആ ചാലക്കുടിയിൽ നിന്ന് 2 ചെരുപ്പ് മേടിച്ചിട്ട് 3 കൊല്ലം കണ്ടായി. വല്ലോടെയും പോകുമ്പോൾ മുറ്റത്തിടാനും ഇല്ല, അകത്തിടാനും ഇല്ല, ഒന്നുമില്ല. ഒരു ലൈനിങ് തുണി മേടിക്കണം, ജാക്കറ്റിൻ്റെ തുണി തയ്ക്കാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട്, ലൈനിങ് മേടിച്ച് കൊടുത്തിട്ടില്ല. അവിടെ അടിപ്പം അവിടെ ഉടുക്കാനിടാനും മേടിക്കണ്ടേ മനുഷ്യന്. 100 ചിലവിന്. പക്ഷെ ഞാൻ കാശ് കിട്ടാനും എങ്ങനെയാ പിന്നെ ആ ചക്കനെ പിടിച്ച് കൊടുത്താലും വലിയ ചെരുപ്പൊന്നും മേടിക്കാനും തുണി മേടിക്കാനും കാണാവില്ല. 2-3 തലക്കാരൊക്കെ കുറേ സമയം വെയിറ്റ് ചെയ്തു. മനുഷ്യന് എന്തെങ്കിലും ഒരു ഇത് വേണം. ഇത് ദൈവാൽപ്പനയ്ക്ക് വന്നതൊന്നുമല്ല. പുതിയ മനഃപൂർവ്വം ഒരു കൂട്ടാവാൻ പറഞ്ഞാലും ശരി, ഒരു ദിവസം 1 മണി തൊട്ട് ചോറ് മഴ തുണ്ടിക്കൈ അവിടെ നിന്ന് കാറ്റത്ത് വെള്ളം ഇങ്ങോട്ട് തെറിക്കുക. പിന്നെ ചവിട്ടി അങ്ങോട്ട് ഇറങ്ങാൻ വരെ അടുക്കളയിൽ ചോർന്നിട്ട് ചവിട്ടി നനയുന്ന മാറ്റി 3 ചവിട്ടി മാറ്റി 2-3 ടീഷർട്ട് മാറ്റി. എന്നിട്ട് അവന് നീ ഒന്ന് ഒത്തിരി ഇരിക്കുക കിടക്കുക ചെയ്യണമെന്ന് പറഞ്ഞു. 1 മണി തൊട്ട് അങ്ങോട്ട് കിടക്കും ഇങ്ങോട്ട് കിടക്കും, അങ്ങോട്ട് കിടക്കും ഇങ്ങോട്ട് കിടക്കും. ഒരു മുറ്റത്ത് പോയിട്ട് ഒരു സാധനം എടുക്കണം, അതായത് അവിടെ ഇങ്ങനെ എടുത്താൽ വന്നാൽ അവിടെ നിന്നില്ലേ. രാവിലെ പറയുമ്പോൾ കൊടാ കൊളുത്തിട്ടുണ്ട്, മഴ പെയ്തുകൊണ്ട് ഞാൻ കണ്ടില്ല. എന്നും ഒരു സ്ഥലത്തേക്ക് അതുപോലെ കിഴക്ക് മുമ്പിലായാലും ഞാൻ ഒരു ജാതി ഇന്ന് കുട കൊണ്ടുവന്നാ കൊണ്ടുവന്നില്ല. ഒരു നാളികേരം അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു വളർത്താൻ. ഇല്ലേ മുകളിലേ ജാതിര പോലത്തെ വെച്ചിട്ടുണ്ട്. ഒരു നാളികേരം ഉണ്ട് എന്നവിടെ തന്നെയാ വെക്കുന്നത്. ഇല്ല, അവള് നാളെ പോയിട്ട് എടുത്തുപോയി. അതിന് പോയാലോ കൂടെ ആകെ വലിയ ചുമന്നില്ല. അങ്ങനത്തെ കൊണ്ടുപോയി നന്നാക്കി ഭയങ്കര കാശാണ്. ഇത് സാധനം ഓർമ്മ വന്നു കൂടെ പറഞ്ഞപ്പോൾ ഒരടി അങ്ങനെ വെച്ച് അതുകൊണ്ട് എടുത്താൽ മോനെ കാണുന്നത്. അവ ഞാൻ കണ്ടില്ല. എന്ത് കാര്യമാണ് ഈ സാധനം? അപ്പൊ അത് കാരണം അവിടെ നിന്ന് മഴ കൊള്ളും. ഞാൻ ഇങ്ങോട്ട് ഓടി വരുമ്പോഴേക്കും നനയില്ല. അപ്പൊ ഞാൻ അവിടെ തന്നെ നിൽക്കുന്നു, മഴയും കൊള്ളും. വാഴയുടെ ചോട്ടിലാണെങ്കിൽ നല്ല സുഖ തലയിൽ വെള്ളം കഴിക്കും. വാഴ 2 ഇല അങ്ങനെ കൂട്ടി പിടിച്ച എന്ന് തൊട്ട് ആ ആശുപത്രിയിൽ നിന്ന് തൊട്ട് വന്ന് അന്ന് തൊട്ട് പറക്കി ഉണക്കി അടുപ്പിൻ്റെ ചോട്ടിൽ നിറയെ ചെതല. അത് എന്നും അടിച്ച് ചെതൽ കളഞ്ഞ് മാറ്റി മാറ്റി വെച്ച് എന്തോരം പണിയെടുത്തിട്ടാണെന്നറിയാം. ഒരു പണിയും കാണുന്നത് നല്ല സുഖം. ഒരു മനുഷ്യരുള്ള കുടുംബത്തിൽ വന്ന് കിട്ടും.
ഇങ്ങനെ കണ്ണീര് ചോരയില്ലാത്തൊരു വർഗത്തിനെ ഞാൻ ഭൂമിയിൽ കണ്ടില്ല. ഒരാള്